Hi, welcome back to new episode of Your Super Space. കാർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സീരീസ് ഓഫ് വീഡിയോസ് ആണ് യുവർ സൂപ്പർ സ്പേസിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഐ ആം റിയാസ് കൈവിൽസ്, യുവർ ഓട്ടോമൊബൈൽ കൺസൾട്ടൻറ്റ്. നമ്മൾ സീരീസ് ആയിട്ടുള്ള പല വീഡിയോസ് ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർ ഇന്ത്യയിനകത്ത് നമുക്ക് വളരെയധികം അത്യാവശ്യം എന്ന് അതില്ലാതെ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിൻ്റെയും മറ്റുള്ള ഗാഡ്ജറ്റ്സിൻ്റെയും അപ്ഗ്രഡേഷൻ. ഇന്നറിയാം, ഒരു വാഹനം ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം എൻജിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാലും ആളുകൾ ഇന്ന് വളരെ സെൻസിറ്റീവായിട്ട് നോക്കുന്നൊരു കാര്യമാണ് കണക്റ്റീവ് ഫീച്ചേഴ്സ് എന്നത്. ടൊയോട്ട പോലെയുള്ള ബ്രാൻഡുകൾ അതിനല്പം പിന്നോട്ടാണെങ്കിൽ, പക്ഷേ ഇന്ന് ന്യൂജനായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽസ് പിടിക്കുന്ന കിയ ആയാലും ഹ്യുണ്ടായി ആയാലും എല്ലാം തന്നെ ഒടുവിൽ മാരുതി പോലും ഇത്തരത്തിലുള്ള കണക്റ്റീവ് ഫീച്ചേഴ്സ് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് IoT പോലുള്ള പ്ലാറ്റ്ഫോംസ്. ഒരു വാഹനത്ത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ തൊട്ട് ഒരു FM സ്റ്റീരിയോ എന്ന് തുടങ്ങി, പിന്നീട് ബ്ലൂടൂത്ത് ഡിവൈസസ് വന്നു, പിന്നീട് നമ്മളതിന് വൈഫൈ കണക്ടിവിറ്റി ഓപ്ഷൻസ് വന്നു. ഇന്ന് വളരെ കൃത്യമായി ഒരു വാഹനം ഡ്രൈവർലെസ് വാഹനമായി യൂസ് ചെയ്യാവുന്ന കണ്ടീഷൻസിൽ വാഹന ബ്രാൻഡുകൾ വാഹനം നിർമ്മിക്കുമ്പോൾ അതിനെല്ലാം പിറകിൽ ഓടുന്നത് സോഫ്റ്റ്വെയർസും കണക്റ്റീവ് ഫീച്ചേഴ്സ് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരെയും ഉപയോഗം അനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ സെലക്ഷനകത്ത് ഇത്തരത്തിലുള്ള കണക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം കണക്റ്റീവ് ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത്? നമുക്കറിയാം, ഇന്ന് ഓരോ ബ്രാൻഡുകൾക്കും വ്യത്യസ്തമായ സോഫ്റ്റ്വെയർസ് ഉണ്ട്. മാരുതിക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഹുണ്ടായിക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, BM-നും അങ്ങനെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സുകൾക്കും അവരുടേതായ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റിനകത്ത് എല്ലാം ഇൻബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഏതാണെന്നും തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യുന്ന ഫീച്ചർ ഏതാണെന്നും കൂടി പറയണം. കാരണം എല്ലാ ബ്രാൻഡുകളും എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, ചിലതൊക്കെ നമുക്ക് ലാഗ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ഇന്ന് ADAS പോലെയുള്ള ഫീച്ചേഴ്സ് നമ്മുടെ റോഡുകൾക്ക് പര്യാപ്തമാണോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. എങ്കിൽ പോലും തുടർന്നുള്ള ഭാവിയിൽ ഇതൊന്നും ഇല്ലാതെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നത് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിയില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ഇനി വരാനിരിക്കുന്ന അപ്ഡേഷൻസിനെ കുറിച്ചും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഓരോ വാഹന പ്രേമികളും വാഹനം ചൂസ് ചെയ്യുന്നത് ഇന്ന് ഇത്തരത്തിലാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരാനുള്ള എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് എത്തിക്കുക. നമ്മുടെ ഈ സീരീസ് ഓഫ് വീഡിയോസ് തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിലുള്ള പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്ത് ലഭിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് റിയാസ് കൈവിൽസ്.